കാർത്തിക് സുബ്രാജ് ചിത്രം എന്ന പ്രതീക്ഷയോടെ കാണാൻ പോകാതിരുന്നാൽ റെട്രോ ഒരു മികച്ച പടമാണെന്ന് പറയാം. ചിത്രത്തിനെ കുറിച്ച് വരുന്ന റിവ്യൂ ഒന്നും കേൾക്കാതെ ഒരു പ്രതീക്ഷയും വെക്കാതെ പടം കാണാൻ പോവുകയാണെങ്കിൽ ചിത്രം 100% നിങ്ങളെ തൃപ്തിപ്പെടുത്തുമെന്ന കാര്യം ഉറപ്പാണ്. ചിത്രം പറയുന്നത് 1990 കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ്. ടാഗ്ലൈനിൽ പറയുന്ന പോലെ ലവ്, ലാഫ്റ്റർ, വാർ എന്ന മൂന്നും ഉണ്ടെങ്കിലും ലാഫ്റ്റർ അത്ര വർക്കായിട്ടില്ലെന്ന് തോന്നി. റെട്രോ ഒരു ഗ്യാങ്സ്റ്റർ പ്രണയകഥയാണെന്ന് വിശേഷിപ്പിക്കാം. സൂര്യ ആരാധകർക്ക് ചിത്രം നല്ല അനുഭവം കൊടുക്കുന്നുണ്ടെന്നത് സത്യം തന്നെയാണ്. ഫൈറ്റും പ്രണയവും നല്ല ഫീലോടെ അവതരിപ്പിക്കാൻ സൂര്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയുടെ കഥയിലേക്ക് തിരിഞ്ഞാൽ ചിത്രം ഉൾക്കൊള്ളുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അത് ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ കൊണ്ടും ചിരിക്കാൻ മറന്നുപോയ കഥാനായകനെയും ഒരുപാട് ജനങ്ങളെയും കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഒന്ന് മനസ്സറിഞ്ഞ് ചിരിച്ചിട്ട് എത്ര നാളായി എന്നുള്ള കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഈ ചിത്രം നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുന്നതും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ പല കാര്യങ്ങളും ചെയ്യുന്നതിനിടയിൽ ആത്മാർത്ഥമായി ഒന്ന് ചിരിക്കാൻ ശ്രമിക്കാറുണ്ടോ, അല്ലെങ്കിൽ ചിരിക്കാൻ പറ്റാറുണ്ടോ? അങ്ങനെ ചിരിക്കാൻ മറന്നുപോയ എത്രയോ പേര് നമുക്കിടയിലുണ്ട്. അത് തന്നെയാണ് ഈ സിനിമ കണ്ടപ്പോൾ എന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതും. ചെറുപ്പം മുതൽ മുഖത്ത് പുഞ്ചിരി വിടരാത്ത പാരിവേൽ കണ്ണൻ എന്ന കഥാനായകനാണ് ചിത്രത്തിൽ സൂര്യ. വയറിലൊരു വേൽപ്പുള്ളിയുമായിട്ട് ജനിച്ച പാരിക്ക് മുൻകോപമാണ് പാരിയുടെ മുഖമുദ്ര. ചിരിയും സന്തോഷവും എന്തെന്ന് അറിഞ്ഞിട്ട് തന്നെയില്ല. വളർത്തച്ഛന്റെ ശിക്ഷണത്തിൽ കൊല്ലും കൊലയുമായിട്ട് നടക്കുന്ന ബാല്യവും കൗമാരവും കടന്ന് മുരടനായ നായകന്റെ ജീവിതം മാറ്റിമറിക്കാൻ എത്തുന്ന രുക്മിണിയായിട്ടാണ് പൂജ ഹെഗ്ഡെ ചിത്രത്തിൽ എത്തുന്നത്. ഗ്യാങ്സ്റ്റർ ജീവിതം മതിയാക്കി സന്തോഷമായ കുടുംബജീവിത സ്വപ്നം കണ്ട നായകന് സ്വൈര്യമായിട്ട് ജീവിക്കാൻ വളർത്തച്ഛനും കൂട്ടാളികളും സമ്മതിക്കാതെ വരുമ്പോൾ നടത്തുന്ന ചെറുത്തുനിൽപ്പിനിടയിൽ ആടിയുലയുന്ന നായകന്റെയും നായികയുടെയും ജീവിതത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. കാർത്തിക് സുബ്ബരാജിന്റെ സിഗ്നേച്ചർ സ്റ്റൈലിലുള്ള പവർ പാക്ക് മേക്കിംഗ് ആണ് സിനിമയുടെ ആദ്യ പകുതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിംഗിൾ ഷോട്ടും സന്തോഷ് നാരായണന്റെ സംഗീതവും സൂര്യയുടെ മാസ് പ്രകടനവും ഒക്കെ ചിത്രത്തിന് വലിയൊരു എനർജി കൊടുക്കുന്നുണ്ട്. എന്നാൽ രണ്ടാം പകുതി ആവുമ്പോഴേക്കും കഥ നേരെ വിപരീതമാവുന്നുണ്ട്. മിക്ക സിനിമകളിലും വെറുപ്പ് തോന്നുന്ന വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന പ്രകാശ് രാജ് ഒരു സൈലന്റ് വില്ലനായത് അത്രയ്ക്ക് അങ്ങ് ശരിയായോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ജോജു ജോർജിന് മലയാളത്തിൽ ശോഭിക്കുന്നത് പോലെ ഒരു കഥാപാത്രം അത്രയ്ക്ക് ഇണങ്ങിയോ എന്ന കാര്യത്തിലും ഒരു സംശയമുണ്ട്. എന്നാൽ ആക്ഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കഥ പറയാനാണ് കാർത്തിക് സുബ്ബരാജ് ചിത്രത്തിൽ ശ്രമിച്ചിരിക്കുന്നത്. സൂര്യയും പൂജ ഹെഗ്ഡെയും തമ്മിലുള്ള കെമിസ്ട്രി സിനിമയ്ക്ക് ഒരുവിധം ഗുണമായിട്ടുണ്ട്. അവർ ഒരുമിക്കുന്ന പ്രണയഗാനങ്ങളും രംഗങ്ങളും സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ലോകത്ത് ഒന്നിനെയും ഭയമില്ലാത്ത ഒരാണൊരുത്തൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത സ്ത്രീകൾ ചിലപ്പോൾ ചുരുക്കം പേരെ കാണുള്ളൂ. അങ്ങനെ ഒരാളായിട്ട് ഒപ്പം സൂര്യ ഉണ്ടായിട്ടും നായകനെ വേണ്ടത്ര പരിഗണിക്കാതെ ഒഴിവാക്കി നടക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഒരു വിഷമം ഫീൽ ചെയ്തു. നായികയുടെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് പുറകെ നടക്കുന്ന ഒരു നായകനെ കണ്ടപ്പോൾ കളഞ്ഞിട്ട് പോയിക്കൂടെ ഒന്ന് ചിന്തിക്കുക. അങ്ങനത്തെ ഒരു ചിന്തയും വരാതിരുന്നില്ല. എന്തിനു വേണ്ടിയാണ് ഇത്രത്തോളം മൈൻഡ് ചെയ്യാത്തൊരു പെണ്ണിന്റെ പുറകെ പോകുന്നതെന്നുള്ളൊരു തോന്നല് വന്നു. അടിമകളെ ചൂഷണം ചെയ്യുന്ന മുതലാളിമാരുടെയും അടിമകളുടെ ജീവിതവും കഷ്ടപ്പാടും ഒരു പരിധിവരെ അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ ചിത്രത്തിനായി എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ജയറാമിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ഗെറ്റപ്പിൽ ജയറാമിനെ കണ്ടപ്പോൾ അത്രയ്ക്കങ്ങ് പിടിച്ചില്ലെങ്കിലും ആ സിനിമയില് ആ ഒരു കഥാപാത്രത്തിന് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ചിത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് ജയറാം ആവശ്യമായി ആ സ്ഥലത്ത് ജയറാമിനെ പോസ്റ്റ് ചെയ്തത് കാസ്റ്റിംഗ് ഗുണകരമായി എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ചിത്രം അവസാനിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം വരുന്നത് മനസ്സിൽ അടക്കി വെച്ച വേദനകളൊക്കെ മറന്ന് ചിരിക്കാൻ മറന്നുപോയ കുറേ പാവങ്ങള് അവരുടെ മനസ്സറിഞ്ഞുള്ള ഒരു ചിരി കാണുമ്പോൾ വരുന്നൊരു സന്തോഷം തന്നെയാണ് ചിത്രം അവസാനിക്കുമ്പോൾ തോന്നുന്നത്. ഈ കണ്ടതും പറഞ്ഞതും ഒക്കെ ഞാൻ കണ്ട റെട്രോയാണ്. എൻ്റെ കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ചിത്രം കണ്ടു തന്നെ തീരുമാനിക്കുക.